ലക്കി ഡ്രോ സ്കാമിൻ്റെ കാലഘട്ടമാണിപ്പോൾ. വെറൈറ്റി ആയിട്ടുള്ള ലക്കി ഡ്രോസ് ഒക്കെയാണ് ഇപ്പോൾ കാണിക്കുന്നത്. അതായത് വീട്, ഒന്നാം സമ്മാനം വീട്, കോടികൾ വില മതിക്കുന്ന വീട്, രണ്ടാം സമ്മാനം താർ ജീപ്പ് അല്ലെങ്കിൽ ജിംനി ജീപ്പ്, മൂന്നാം സമ്മാനം ബുള്ളറ്റ്, നാലാം സമ്മാനം കോയിൻസ്. അതായത് സ്വർണത്തിന് പൊന്നും വിലയുള്ള ഈ കാലത്തിൽ കോയിൻസ്, ഗോൾഡ് കോയിൻസ്, ഓരോ പോയിന്റ് ഗോൾഡ് കോയിൻസ് ഒക്കെയാണ് കൊടുക്കുന്നത്. എന്തായാലും പലതരത്തിൽ പല നല്ല ആൾക്കാരും ഇതിനെക്കുറിച്ച് ഇത് സ്കാം ആണെന്ന് പറഞ്ഞിട്ടും കേൾക്കാതെ തല വെച്ചു കൊടുക്കാൻ നമ്മുടെ മലയാളികൾ ഇന്നും ബാക്കി. അക്കൂട്ടത്തിൽ ഇന്ന് വളരെ വിവാദപരമാകുകയും അത് ഒരു പക്ഷേ പോലീസ് കേസ് എടുക്കുകയും ചെയ്യാവുന്ന ഒരു പരുവത്തിലേക്ക് ഒരു സ്കാം ഇപ്പോൾ ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. പാണ്ടിക്കാട് കുഞ്ഞാൻ, അതെ, കുഞ്ഞാൻ പാണ്ടിക്കാട്, അയാളുടെ ചാനലിന്റെ പേര് അത് തന്നെയാണ്. അയാളാണ് ഈ ഒരു സ്കാം ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള കാരണം. എന്ന് വെച്ചാൽ അയാൾ നേതൃത്വം കൊടുത്ത ഒരു വീടിൻ്റെ വിൽപ്പന, അതായത് നാസർ എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ, പുള്ളിക്കാരൻ്റെ വീട് വിൽക്കുന്നു. ആ വീട് വിൽക്കുന്നതിന്റെ ഭാഗമായിട്ട് ലക്കി ഡ്രോ, അതാണ് ലക്കി ഡ്രോ സ്കാം എന്ന് കേട്ട് എന്ന് എനിക്ക് തോന്നുന്നു. സ്കാം, അതായത് 1000 രൂപയുടെ കൂപ്പൺ എടുക്കുക ഓരോരുത്തരും. ഇതിപ്പോൾ കുറച്ച് നാളുകളായിട്ട്, എനിക്കൊന്ന് ഒരു വർഷത്തിനിടയ്ക്കാണ് ഇപ്പോൾ ഒരു പുതിയ ട്രെൻഡിങ് ആയിട്ട് വന്നിരിക്കുന്നത്. അത് ഓരോ ഇത് സിനിമാ നടന്മാരും നടിമാരും ഒന്നും അല്ല ഇതിന്റെ പരസ്യം, യൂട്യൂബ് വ്ളോഗേഴ്സ് ആണ്, സോഷ്യൽ മീഡിയ മെയിൻ താരങ്ങളാണ്. അതായത് ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഇൻഫ്ലുവൻസേഴ്സ് ആണ്. ഈ അവർ പറയുന്ന കഥ ഇങ്ങനെയാണ്. നേരത്തെ ഖാദർ കരിപ്പൊടിയും ഇങ്ങനെ ഒരു അലിഗേഷൻ കേട്ടിരുന്നു, പുള്ളിക്കാരന് വയ്യ. അതുപോലെ തന്നെ ഈ നാസറിന്റെ വിഷയങ്ങൾ അങ്ങനെയാണ്. പുള്ളി NRI ആയിരുന്നു, അവിടുന്ന് എന്തോ വ്യാപാര സ്ഥാപനങ്ങൾ പൊട്ടിപ്പൊളിഞ്ഞു, കടവായതുകൊണ്ട് ഒരുപാട് ആഗ്രഹിച്ചു മോഹിച്ചു വീട് വിൽക്കുകയാണ്. അതിൽ ജനങ്ങളെല്ലാം സഹായിക്കണം. 1000 രൂപയുടെ കൂപ്പൺ എടുത്താൽ നറുക്കിട്ട് എല്ലാവരിൽ നിന്നും സെലക്ട് ചെയ്യുന്ന ഒന്നാം സമ്മാനം അടിക്കുന്നവന്, അതായത് ലക്കി ഡ്രോയിൽ സെലക്ട് ആവുന്നവന് ആ വീടാണ് സമ്മാനം കൊടുക്കുന്നത്. 1 കോടി രൂപയോ അത്രയെങ്ങാണ്ടുള്ളൊരു വീട്. രണ്ടാമത് ജിംനി, ഇത്ര ലക്ഷം വില മതിക്കുന്ന ജിംനി ജീപ്പ്, ജിംനിയോ അതോ അവരുടെ വീട്ടിലോ താറോ എന്തെങ്കിലും. മൂന്നാമത് ഇതെല്ലാം ലക്കി. അപ്പൊ ലക്കി ഡ്രോ കൂപ്പണിന്റെ വില എന്ന് പറയുന്നത് സൈബർ കുറച്ച് തുകയുള്ളൂ, ഒരു 1000 രൂപ മാത്രം. നമ്മുടെ ലോട്ടറി ടിക്കറ്റിന് 250-300 ഒക്കെ ആവുമല്ലോ, ഒരു 700 രൂപയുടെ കൂടുതൽ 1000 രൂപയുടെ ലക്കി ഡ്രോ എടുക്കാം. ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇതിൽ പങ്കെടുത്ത് ഇപ്പോൾ പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇതിനൊരു ചെറിയ തുടക്കത്തിൽ, അതായത് നമുക്ക് ഇങ്ങനത്തുള്ള ലക്കി ഡ്രോ സ്കാമുകൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആദ്യഘട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചാരിറ്റി ബേസ് പോലെയായിരുന്നു. അതായത് പല ആൾക്കാരും പെട്ടുകിടക്കുന്നു, തൻ്റെ കോടിക്കണക്കിന് രൂപയുടെ വീടുകൾ കടബാധ്യത മൂലം വിറ്റൊഴിക്കുന്നു. അതിൽ കോമൺ ആയിട്ടുള്ള നമുക്ക് വിശ്വസിക്കാവുന്ന ചില കേസുകൾ ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ പലപ്പോഴും ആളുകൾ ഈ പറഞ്ഞ പോലെ സാധാരണ ജനങ്ങൾക്ക് ഈ 1000-2000 എന്നൊക്കെ പറഞ്ഞ അത്ര ചെറിയ തുകയൊന്നും അല്ല. പക്ഷെ പലപ്പോഴും ഈ ലക്കി ഡ്രോ കോൺടെസ്റ്റുകളിൽ പങ്കെടുക്കാനുള്ളൊരു കാര്യം നമ്മുടെ ഈ കാരുണ്യ ലോട്ടറിയൊക്കെ എടുക്കുന്ന പോലെ, മറ്റു ലോട്ടറികൾ പോലെയല്ല, കാരുണ്യ ലോട്ടറിക്ക് ഒരു പ്രത്യേക ഒരു ജനസമ്മതിയുണ്ട്. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ശരിക്കും ലോട്ടറിയിലോ ഭാഗ്യത്തിലോ ഒന്നും വിശ്വാസമില്ല. അവർ പോലും പക്ഷേ കാരുണ്യ ലോട്ടറി എടുക്കും. എന്തുകൊണ്ടാണ്? ഇത് പാവങ്ങളെ സഹായിക്കുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിഹിതം ആരോഗ്യ മേഖലയിലേക്കോ അല്ലെങ്കിൽ ചാരിറ്റിയിലേക്കോ ഒക്കെ സർക്കാർ സംഭാവന ചെയ്യുന്ന അറിഞ്ഞുകൊണ്ട് ചില ആൾക്കാർ കാരുണ്യ ലോട്ടറി എടുക്കും. അതേപോലെ തന്നെയാണ് ഇങ്ങനെ ഗതികെട്ടിരിക്കുന്ന മനുഷ്യന്മാർ ഒരു അവസ്ഥയും ഇല്ലാതെ, ഒന്നുകിൽ അയൽവാസികളൊക്കെ പാര വെച്ചിട്ട് വീട് വിൽക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ തനിക്ക് മറ്റ് ഗത്യന്തരമില്ല, കടം കയറി മുടിഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ എൻ്റെ വീടും എൻ്റെ ബെൻസ് കാറും ഒക്കെ കൊടുത്ത് ഒഴിയുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ സംഭവങ്ങൾ നമ്മൾ ഇതിൻ്റെ തുടക്കത്തിൽ കേട്ടു. ശാരിക പറഞ്ഞ പോലെ അധികം നാളായിട്ടില്ല, ഏറിപ്പോയാൽ 2-3 വർഷം, 2 വർഷമൊക്കെ ആവുന്നേ ഉള്ളൂ ഈ ഒരു ലക്കി ഡ്രോ കോൺടെസ്റ്റുകൾ നമുക്ക് വലിയ വൈറലാവാൻ തുടങ്ങിയിട്ട്. അതും ഇതേപോലെയുള്ള സിനിമാ നടന്മാരെക്കാൾ ഒരു പക്ഷേ ഒരു ജനസമ്മതിയും ഇൻഫ്ലുവൻസും ഒരുപടി കൂടുതലാണ് ഇപ്പോഴത്തെ കാലത്ത് ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിന് അല്ലെങ്കിൽ വ്ളോഗേഴ്സിന്. അത്തരത്തിലുള്ള ഒരു എന്താ പറയുക, ഒരു ഫാമിലി വ്ളോഗർ എന്ന് പറയല്ലേ വേണമെങ്കിൽ ഈ കുഞ്ഞാൻ പാണ്ടിക്കാടിനെ പല രീതിയിലുള്ള എൻ്റെ മുത്തുമണികളെ, എൻ്റെ മാണിക്യ കല്ലുകളെ എന്നൊക്കെ പറഞ്ഞിട്ടാണ്, വലിയ ചക്രവാക്കുകളൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളിയുടെ ഒരു ഇൻട്രോ വീഡിയോസിലേക്ക്. അപ്പോൾ ഈ ഒരു കോൺടെസ്റ്റിലേക്ക് നമ്മുടെ കുഞ്ഞാൻ പാണ്ടിക്കാടിനെ ഒരു അതിഥിയായിട്ട് ക്ഷണിക്കുന്നു. അല്ലെങ്കിൽ ഇതിൻ്റെ മുൻപ് പ്രമോഷൻ പല യൂട്യൂബേഴ്സിനെ പോലെ കുഞ്ഞാൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് കൃത്യമായിട്ട് ഈ വീഡിയോ കാണുമ്പോൾ അത് മനസ്സിലാകും. കുഞ്ഞാന് മനസ്സിലായില്ലെങ്കിലും ചുറ്റും നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു പക്ഷേ മനസ്സിലായി കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ സമയത്ത് പക്ഷേ ഒരു പക്ഷേ പറ്റിക്കപ്പെടുന്നില്ലായിരിക്കാം എന്നൊക്കെ വിചാരിച്ച് നിൽക്കുകയായിരിക്കാം. അല്ലാതെ ലൈവാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ ഇനി മുൻപന്തി നിൽക്കുന്ന ആൾക്കാർ നമുക്കറിയില്ല, എങ്കിൽ പോലും ചിലപ്പോൾ സെറ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്ന ആൾക്കാരും ആയിരിക്കാം, നമുക്കറിയില്ല. കാര്യം ഇത്രയും നിൽക്കുന്ന ആൾക്കാരല്ലല്ലോ ഇതിൽ പങ്കെടുത്ത ആൾക്കാർ, ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്. ആൾക്കാർക്ക് ഇതേ കണക്ക് അവർക്ക് GPay അയച്ചു കൊടുക്കുന്നത് പോലും അവരുടെ നമ്പറുകൾ, ഈ ഇന്ന ടോക്കണാണ് നിങ്ങൾക്കുള്ളത് എന്നും പറഞ്ഞിട്ട് തിരിച്ച് അവർക്ക് മെസ്സേജ് അയക്കും. പല ആൾക്കാരും തങ്ങളുടെ GPayയിലേക്ക് നമ്മൾ അയക്കുന്ന പണം പോലും കണ്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇനി കോൺടെസ്റ്റിലേക്ക് തന്നെ പങ്കാളിയാക്കിയോ എന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞുള്ള മെസ്സേജുകളും ഇതിന് പിന്നാലെ ഉണ്ട്. എന്തായാലും ഇത് കാണുന്ന എല്ലാവർക്കും കൃത്യമായ ഒരു സ്കാം ആണ്. ഇല്ലെങ്കിൽ കടലിലേക്ക് അടുത്തിട്ട് പോയി തപ്പിയെടുക്കുന്ന പോലെ കുഞ്ഞാൻ വളരെ കഷ്ടപ്പെട്ട് അടിയിൽ ഒരു കുറെ നേരം കൈയിട്ടെടുക്കുന്ന ഒരു ടിക്കറ്റ്, അതിൽ വലിയൊരു ദുരൂഹതയുണ്ട്. അത് പൊളിച്ചുകൊണ്ട് പല യൂട്യൂബേഴ്സും ഇതെങ്ങനെയാണ് സ്കാം ആകുന്നത്, ചതി എന്താണെന്ന് കാണിച്ച്
ചില വീഡിയോസും വേറെ യൂട്യൂബ് ബ്ലോഗേഴ്സ് ഒക്കെ അത് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, ഇങ്ങനെയാണോ ഒരു ലക്കി ഡ്രോ എടുക്കേണ്ടത്? കാരണം നമ്മൾ സാറിന് ഇങ്ങനെ കുലുക്കിയിട്ട് ഇത് ആദ്യം തന്നെ കുറെ അവർ നിറച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ ആരെയോ ബോധ്യപ്പെടുത്താൻ വേണ്ടി കുറച്ച് പേപ്പേഴ്സ് മാത്രം, പേരെഴുതിയ കുറച്ച് കൂപ്പൺസ് മാത്രം ഫ്രണ്ടിൽ ഇട്ടു ലൈവ് തുടങ്ങുമ്പോൾ. അതിന് മുമ്പ് അത് ഓൾറെഡി അത് ഫില്ലാണ്. അതിനുശേഷം ഈ പറയുന്ന രണ്ട് വ്യക്തികൾ, അത് അവർക്കറിയപ്പെടുന്ന നാസറും അതോടൊപ്പം തന്നെ ഈ പാണ്ടിക്കാട് കുഞ്ഞാടോ ഒക്കെ ചേർന്ന് കൈയിട്ട്, അതായത് നോർമലി നമ്മൾ എങ്ങനെയാവും ലക്കി ഡ്രോ എടുക്കുമ്പോൾ ഇങ്ങനെ എടുത്തിട്ട് അതിനുശേഷം ജസ്റ്റ് ഒരെണ്ണം അങ്ങ് എടുക്കുക. ഇതിന് പകരം വലിയൊരു ഗ്ലാസ് ജാറിൽ അല്ലെങ്കിൽ ഗ്ലാസ് ചേമ്പറിൽ വെച്ചിരിക്കുന്ന ഒരു സാധനത്തിൽ കുനിഞ്ഞു കമന്ന് കിടന്നുകൊണ്ട് മറ്റേ അടിക്കാട് വെട്ടുന്ന പോലെ ഇതിനോട്ട് തപ്പിപ്പിറക്കി കറക്റ്റായിട്ട് എടുക്കുന്നു, കയ്യിൽ ഒട്ടിയിരിക്കുന്ന പോലെ പൊങ്ങി വരുന്നു. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർക്ക് സംശയം തോന്നാം. അതിൽ ആൾക്കാർ അതിന്റെ ഉള്ളുകളികൾ പരിശോധിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ ഒന്നാം സമ്മാനം അടിച്ചിരിക്കുന്ന എന്താ സാപ്പി എന്ന് പറഞ്ഞ ഏതോ ഒരു പേരിൽ ഒരാളാണ്, സാപ്പി ബത്തേരിയോ അങ്ങനെ കണ്ട, സാപ്പി വയനാട്. അപ്പോൾ ഈ സാപ്പി എന്ന് പറഞ്ഞ വ്യക്തി എന്ന് പറയുന്നത് ഈ നാസറിന്റെ തന്നെ കൂട്ടുകാരന്റെ മകന്റെ കൂട്ടുകാരനാണെന്ന് പറയപ്പെടുന്നു. അതോടൊപ്പം സെക്കൻഡ് പ്രൈസ് അടിച്ചവൻ ഇയാളുടെ ബന്ധുവാണെന്ന് പറയപ്പെടുന്നത്. ബാംഗ്ലൂരുകാരനാണ് ജിംനി അടിച്ചതും ഇയാളുടെ ഈ നാസറിന്റെ കൂട്ടുകാരന്റെ വൈഫിന്റെ അനിയനോ ബന്ധുവാണ്, റിലേറ്റീവാണ്, അടുത്ത റിലേറ്റീവാണ്. മാത്രമല്ല ഈ സമ്മാനങ്ങൾ മുഴുവൻ അടിച്ചിരിക്കുന്നത് ഇവരുടെ കുടുംബക്കാർക്കാണെന്നാണ് പറയപ്പെടുന്നത്. അതായത് നാട്ടുകാരെ പറ്റിച്ചു. ലക്കി ഇപ്പം CJ ഒരാളുടെ 1000 രൂപ എന്ന് പറയുന്നത് ചില്ലറ കാശാണോ? എത്ര പേരാണ് മലയാളികൾ 1000 ഒരു വീട് കിട്ടണം, വീടെന്ന് പറഞ്ഞാൽ മലയാളികൾക്ക് എന്നും ഒരു വികാരമാണ്. അപ്പൊ ലക്കി ഡ്രോ വഴി ഒരു വീട് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ ലീഗലായിട്ട് ഇവിടെ അങ്ങ് നടക്കുന്നില്ല. ഇത് ഇല്ലീഗലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ നാട്ടിൽ ലീഗലൈസ് ചെയ്തിട്ടില്ല നമ്മുടെ ലോട്ടറി ടിക്കറ്റ്, കേരള ഭാഗ്യക്കുറി മാത്രമേ ഉള്ളൂ. ശരിക്കും ഭാഗ്യ നറുക്കെടുപ്പ് അല്ലെങ്കിൽ ലൈസൻസ് സംസ്ഥാന സർക്കാരിന് മാത്രമുള്ള നല്ലൊരു വരുമാനമാണ് അതിൽ നിന്ന് ഉണ്ടാക്കുന്നത്. പക്ഷെ ഇതൊന്നും ആരോട് ചോദിച്ചിട്ടാണ്? ഇവർ വ്ളോഗർമാരായാൽ എന്തും കാണിക്കാമെന്നാണോ? വ്ളോഗർമാരെ വെച്ച് എന്ത് തോന്നിയാസവും ചെയ്യിക്കാമെന്ന നിലപാടിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ജനങ്ങളുടെ കയ്യിൽ കാശ് പോയത്. ഇപ്പോൾ ഈ 1000 രൂപ എന്ന് പറയുന്നത് ഇപ്പോൾ KL ബ്രോ എന്ന് പറയുന്ന ഋത്വിക്ക്, ആ പുള്ളിക്കാരനകത്ത് അയാളുടെ ഒരു സ്കാമൻ, അയാളുടെ ഒരു പരസ്യമുണ്ട് ഇതിന്റെ ഒരു പ്രൊമോഷൻ കാണിക്കുന്നത്. അറിഞ്ഞു അറിയാതെ എന്തായാലും ഇവരൊക്കെ പൈസ മേടിച്ചിട്ട് ചെയ്യുന്നവരായിരിക്കും തീർച്ചയായിട്ടും. ഈ പറഞ്ഞ പോലെ ഈ ഇയാളുടെ പേരെന്താണ്, നമ്മുടെ പാണ്ടിക്കാട് കുഞ്ഞാൻ എന്ന് പറയുന്ന വ്യക്തിയും പൈസയ്ക്ക് വേണ്ടി തന്നെ ആയിരിക്കും ഇപ്പോൾ. അത് അയാൾ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് മറ്റു വ്ളോഗർമാർ പറയുന്നത് ഇയാളെ കുറിച്ച് അന്വേഷിച്ചപ്പോഴത്തേക്ക്. സ്വാഭാവികമായിട്ട് അയാൾ പറഞ്ഞു എനിക്ക് വേറൊന്നും അറിയില്ല, എന്നോട് അവർ ചെയ്യാൻ പറഞ്ഞു, ഞാൻ ചെയ്തു എന്ന് പറഞ്ഞ് കൈമലർത്തുക ചെയ്യുന്നത്. പക്ഷെ അതിൽ അത്ര വിശ്വസനീയമായിട്ട് നമുക്ക് തോന്നുന്നില്ല. കാരണം വേറൊന്നും കൊണ്ടല്ല, ഇതിനെക്കുറിച്ച് അറിയാതെ എങ്ങനെയാണ് ഒരാൾ ആധികാരികമായിട്ട്, അതും ഇത്രയും ജനസമ്മതിയുള്ള ഒരു 8 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലാണ് ഈ പാണ്ടിക്കാട് കുഞ്ഞാൻ്റെത്. സ്വാഭാവികമായിട്ടും അയാൾക്ക് അറിയില്ലേ ഇത് ആൾക്കാർ കാണുന്നതാണ്, ജനസമ്മതനാണെന്ന് അറിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾക്ക് അറിയാം. അപ്പോൾ പൈസയാണ് ഇവിടെ സംസാരിക്കുന്നത്. ഒരാളുടെ 1000 വാങ്ങിക്കുമ്പോൾ 10,000 പേരാണ് 1000 രൂപയുടെ കൂപ്പൺ എടുത്തിരിക്കുന്നതിൽ എത്ര രൂപയാണ്, എത്ര കോടികളുടെ സ്കാമാണ്. കൃത്യമായിട്ട് തന്നെ സമ്മാന തുകയും കഴിഞ്ഞ് ഏകദേശം അതിന്റെ ഇരട്ടിയോളം രൂപ അവർക്ക് ലാഭം കിട്ടുന്ന ഒരു പരിപാടിയാണ്. കൃത്യമായ ഒരു ചട്ടക്കൂടില്ല. ഇത്ര ടോക്കൺ മാത്രമേ അടിക്കാവൂ, ഇത്ര പേർക്ക് മാത്രമേ ടോക്കൺ കൊടുക്കാവൂ. ഇതൊക്കെ ഇവരുടെ സൗകര്യാർത്ഥമാണ്. എത്ര ടോക്കൺ വേണമെങ്കിലും അടിക്കാം. പറഞ്ഞ കണക്ക് സ്വാഭാവികമായിട്ടും 1000 രൂപ കൊടുത്താൽ ഒരു വീട് കിട്ടുമല്ലോ എന്നൊരു ചിന്തയായിരിക്കും മലയാളികളുടെ മനസ്സിൽ. അത് കമ്പയർ നോക്കുമ്പോഴത്തേക്കും ശരിക്കും അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയാൽ ലോട്ടറിയാണ്, വലിയൊരു ഭാഗ്യമാണ്. അതുകൊണ്ട് തന്നെ പല ആൾക്കാരും തലവെക്കുകയും ചെയ്തു. എന്തായാലും ഈ ഒരു കേസിലേക്ക് വരികയാണെങ്കിൽ ഒരുപാട് ആൾക്കാർ ഇത് എങ്ങനെയാണ് ഈ സ്കാം ആയത്, കൃത്യമായിട്ട് എങ്ങനെയാണ് ഇത്രയും കൂപ്പണുകൾക്കിടയിൽ നിന്ന് കുഞ്ഞാനോ അല്ലെങ്കിൽ ഈ പറയുന്ന വ്യക്തിയോ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വ്യക്തികൾക്ക് നറുക്കെടുപ്പ് സമ്മാനത്തിനുള്ള ടോക്കൺ എടുത്തതെന്ന് കാണിക്കുന്നുണ്ട്. അതായത് 3 സൈഡും ഒട്ടിച്ച ഒരു സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ച ഒരു പേപ്പർ. ആ പേപ്പർ ആദ്യമേ ഈ ഗ്ലാസ് ടബിന്റെ ഏറ്റവും താഴെ ഭാഗത്തോ മധ്യഭാഗത്തോ ഒക്കെ സ്ഥാപിക്കുകയാണ്. അത് ഏതാണ് സ്ഥലം എന്നുള്ളത് ഇവർക്ക് അറിയുകയും ചെയ്യാം. 3 സൈഡും സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിക്കും. അപ്പോൾ അതിന്റെ ഈ മുൻവശത്തൊരു ഭാഗം ഗ്യാപ്പ് കാണുമല്ലോ, അതിലേക്ക് സ്വാഭാവികമായിട്ടും ഇതിലേക്ക് കൊടുത്തിരിക്കുന്ന സമ്മാന കൂപ്പൺ എങ്ങനെയാണോ മടക്കി വെച്ചിരിക്കുന്നത് അതേ രീതിയിൽ ഇതിനടിയിലേക്ക് ഇത് തിരികെ വെക്കും. അതാണ് ഈ കുഞ്ഞാൻ തപ്പിക്കൊണ്ടിരുന്നത്. ഈ സെല്ലോ ടേപ്പ് ഒട്ടിച്ച ഭാഗമാണ്. സ്വാഭാവികമായിട്ടും നറുക്കെടുക്കുക, ഈ ലക്കി ഡ്രോ ഒക്കെ എടുക്കുക എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് പലപ്പോഴും. അതിൽ അവർക്ക് ആർക്ക് കിട്ടിയാലും സന്തോഷം. അതായത് ഏത് വ്യക്തിക്ക് കിട്ടിയാലും, ഇയാളോട് ബന്ധമില്ലാത്തടത്തോളം കാലം ആർക്ക് കിട്ടിയാലും ഈ കൂപ്പൺ എടുക്കുന്നവർക്ക് സന്തോഷം. അതുകൊണ്ട് അധികം നേരം എടുക്കേണ്ട ആവശ്യമില്ല. സ്വാഭാവികമായിട്ട് കുലുക്കി തട്ടും. ചിലപ്പോൾ ചെറിയ അക്വേറിയം കണക്കുള്ള ഗ്ലാസ് ടബുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, അങ്ങനെ എടുക്കാറുണ്ട്. അങ്ങനെ എടുക്കും. ഇത് കൃത്യമായിട്ട് തന്നെ എന്തോ ഒന്ന് താൻ തപ്പുന്നുണ്ടെന്ന് കാണുന്ന ആൾക്കാർക്ക് കൃത്യമായി ബോധ്യപ്പെടുന്ന കണക്കാണ് ഈ കുഞ്ഞാനും അതേപോലെ തന്നെ 2ാം സമ്മാനമായിട്ടുള്ള ഈ ജിംനി കാറ് അതിനുള്ള ടോക്കൺ എടുക്കുന്ന ഈ വ്യക്തിയൊക്കെ ചെയ്ത്. എന്തായാലും ശാരിക ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, സാധാരണഗതിയിൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെയുള്ള ഒരുപാട് ആവശ്യക്കാരായിട്ടുള്ള ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു കണ്ടസ്റ്റ് വഴി ജീവിതം രക്ഷപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ തൻ്റെ കടബാധ്യതകൾ വീട്ടാൻ പറ്റിയിട്ടുള്ള, ജീവിതം സെറ്റിലായ ഒരുപാട് ആൾക്കാരുണ്ട്.
അങ്ങനെ സാധാരണഗതിയിൽ വളരെ ജെന്യുവൻ ആയിട്ടുള്ള ഇങ്ങനത്തുള്ള ലക്കി കോണ്ടസ്റ്റുകളിൽ പോലും യഥാർത്ഥ ജെന്യുവിനിറ്റിയെ അല്ലേ, ആ ഒരു ജെന്യുവിനിറ്റിയെ സംശയത്തിൽ നിഴലാക്കുന്ന ഒരു സംഭവമായി കുഞ്ഞാനും കാര്യം. ഈ നേരത്തെ ജയ് സൂചിപ്പിച്ച പോലെ ഈ ലക്കി ഡ്രോസ് എന്ന് പറയുന്ന ചാനലുകൾ ചെയ്യാറുണ്ട്. അപ്പൊ അതൊക്കെ അവരുടേതായ ഒരു ആധികാരികതയും കണ്ടീഷൻ സപ്ലൈ ഒക്കെ അവർ പറയും. ഇതിന് പിന്നിൽ ഇത്രയുണ്ട്, ടാക്സ് അടയ്ക്കണം. ഇപ്പൊ തന്നെ നമുക്കറിയാം പല പല വലിയ വലിയ ഷോസ് ഒക്കെ, ഇപ്പം സംഗീതം, മ്യൂസിക്കൽ ഷോസ് ആയാലും സിനിമാറ്റിക് ഷോസ് ഒക്കെ ആയാലും എന്ത് ഷോസിനും ആയാലും അതിലെ കണ്ടസ്റ്റന്റിനോട് പ്രത്യേകം പറയും കണ്ടീഷൻ സപ്ലൈ ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ 50 lakhs ആണ് പ്രൈസ്, അല്ലെങ്കിൽ 1 crore ഫ്ലാറ്റ് ആണ് പ്രൈസ് എങ്കിൽ അതിന് കണ്ടീഷൻ സപ്ലൈ ഉണ്ട്, ടാക്സ് അടയ്ക്കണം. അങ്ങനെ അതായത് വമ്പൻ സാറ്റലൈറ്റ് ചാനലുകൾ പോലും നടത്തുന്നതിന് ഇത്ര കാര്യങ്ങൾ നികുതി പണം ഉൾപ്പെടെ അടയ്ക്കണം. അങ്ങനെ ഇരിക്കുന്ന സ്ഥിതിക്ക് ഇത്തരം ലോക്കലായിട്ട് ഒരു പരിപാടി എങ്ങനെയാണ് ഇവർക്ക് നടത്താൻ? ഇത് സ്കാം അല്ലാതെ ജെന്യൂൻ ആയിട്ട് നടത്തുന്ന ഒരു പരിപാടിയാണെങ്കിൽ ഒരിക്കലും ഇത്ര സിമ്പിൾ ആയിട്ട് ഇവർക്ക് നടത്താൻ പറ്റില്ല. നിയമത്തിന്റെ സഹായം ആവശ്യമുണ്ട്, രജിസ്ട്രേഷൻ ആവശ്യമുണ്ട്, അങ്ങനെ ഒരുപാട് നൂലാമലകളാണ്. ഇത് സിമ്പിൾ ആയിട്ട് കുറച്ച് വ്ളോഗേഴ്സിനെ വെച്ച്, ജനസമ്മതരായിട്ട് കുറച്ച് വ്ളോഗേഴ്സിനെ വെച്ചുകൊണ്ട് പക്ക ഫ്രോഡ് ഇത്തരം പക്ക ജനങ്ങളെ പറ്റിക്കുക മാത്രമാണ്. ഇതാണെങ്കിൽ എല്ലാവർക്കും ഇത് ചെയ്യാമല്ലോ, എനിക്കും ജയിക്കും, നമ്മുടെ ചാനലിന്റെ പേര് പറഞ്ഞ് നമ്മുടെ സാറിനൊക്കെ എല്ലാം ഇത് ചെയ്യാം. കടബാധ്യത ഉണ്ടായി കഴിഞ്ഞാൽ ഏതാണ്ട് 2 ലക്ഷം രൂപ 1 ലക്ഷം രൂപ എല്ലാം കൊടുത്തിട്ട് അല്ലെങ്കിൽ അതിൽ കൂടുതൽ കൊടുക്കേണ്ടി വരും. ഏതെങ്കിലും യൂട്യൂബേഴ്സിനെ പിടിക്കുക, ഒരു കോണ്ടസ്റ്റ് സെറ്റ് ചെയ്യുക. നാളെ ഫോക്കസ് ന്യൂസ് TV കൊടുക്കുകയാണ്, ലക്കി ഡ്രോയിലൂടെ കൊടുക്കുന്നു എന്ന് പറഞ്ഞ് നമ്മളിവിടെ ഇതിന്റെ ക്യാമറയുടെ മുമ്പിൽ ലക്കി ഡ്രോ ഇടുകയാണ്, ഫ്രീ ആയിട്ട് കൊടുക്കും. നമ്മൾ വയ്ക്കുന്നത് 1500 രൂപയാണ് ടിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറിന് 2, 3 ചാനൽ 4 ചാനൽ തുടങ്ങാനുള്ള സംഭവം നമ്മുടെ ഓണർക്ക് കിട്ടും. സോ ഇത് ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊന്നും ലീഗലൈസ്ഡ് അല്ല. നിങ്ങളുടെ പൈസ എത്ര പോയാലും ഈ മലയാളി വെറുതെ എന്ത് കിട്ടിയാലും അതിന്റെ പുറത്ത് പോകുന്ന ഒരു സാധനമാണ്. എവിടെ ഡിസ്കൗണ്ട് ഉണ്ടോ അവിടെ മലയാളി ഉണ്ടെന്ന് പറയുന്ന പോലെ ദയവായി ഇതിനൊന്നും നിങ്ങളുകൊണ്ട് തലവെക്കാതിരിക്കുക. തലവെച്ചാൽ ഇപ്പോൾ ഇതുപോലെ ഇതിന് ആർക്കെങ്കിലും നിയമസാധ്യതയുണ്ടോ? ആരെ അറസ്റ്റ് ചെയ്യാൻ പറ്റും? നിങ്ങൾ പോയ പൈസ 1000 രൂപ നിങ്ങൾക്ക് അത്ര നിസ്സാരമാണോ? അല്ല, എല്ലാവരും കഷ്ടപ്പെട്ടു. ഒരു 100 രൂപ പോലും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പൈസ കിട്ടിയവന്മാരെ ഇപ്പോൾ ഇത് ഇങ്ങനെ സംശയം തോന്നിയത് കൊണ്ട് മാത്രം പിടിക്കപ്പെട്ടാണ്. ഇതിനു മുമ്പും ഇവരിത് ചെയ്തിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ പല ആൾക്കാർ ഇത് ചെയ്യുന്നുണ്ട്. പലരും പല സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇതിനെക്കുറിച്ച് അലിഗേഷൻസും പരാതികളും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. പക്ഷേ ആരും വേറെ ഒന്നും ചെയ്യാനില്ല, അത് നിയമത്തിനൊന്നും ചെയ്യാനില്ല. അപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇത് നിയമം ഗവൺമെന്റിന്റെയോ പോലീസുകാരുടെ ശ്രദ്ധയിൽപ്പെടുത്തുക, അല്ലെങ്കിൽ ഇൻകം ടാക്സിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുക. അവർ കൃത്യമായ അന്വേഷണങ്ങൾ നടത്തട്ടെ. ഇവർക്ക് ശരിക്കും കടബാധ്യതയുണ്ടോ? ഇവരെന്തിനാണ് ഇങ്ങനെ ലക്കി ഡ്രോ നടത്തുന്നത്? ഇതൊരു സ്കാം ആണോ എന്നൊക്കെ ഈ പറയപ്പെടുന്ന ഉദ്യോഗസ്ഥരെ അറിയിക്കുക. നമ്മുടെ നാട്ടിൽ നിയമങ്ങളുണ്ട്, പ്രത്യേകിച്ചും ഇതുപോലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറൊക്കെ, എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഭയങ്കര സ്ട്രോങ് ആണ്. സോ ഇതെല്ലാം ശ്രദ്ധയോടുകൂടി ചെയ്തതിന് ശേഷം മാത്രം ഈ ഉപാധികളില്ലാത്ത വെക്കുന്ന എന്ത് സാധനവും നമുക്കറിയാം അത് സ്കാം ആയിരിക്കും, അല്ലെങ്കിൽ ഫ്രോഡിത്തരമായിരിക്കും. അത് ഇനിയെങ്കിലും മലയാളികൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം കട്ടപ്പോകും.